സ്ഥാനാർബുദം അഥവാ ബ്രസ്റ്റ് ക്യാൻസർ നമുക്ക് എങ്ങനെ നേരത്തെ അറിയാം? കൊച്ചി VPS ലക്ഷർ ഹോസ്പിറ്റലിലെ മെഡിക്കൽ ഓങ്കോളജി വിഭാഗത്തിലെ അസോസിയേറ്റ് ഡോക്ടർ വിജേഷ് CN സംസാരിക്കുകയാണ്. ഫാമിലി ഡോക്ടർ സപ്പോർട്ടഡ് ബൈ VPS ലക്ഷർ. സ്ഥാനാർബുദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബേസിക്കലി ബ്രസ്റ്റിലുള്ള ക്യാൻസേഴ്സാണ്. അപ്പോൾ ഇനീഷ്യലായി പ്രസൻറ്റേഷൻ മെജോറിറ്റി എല്ലാ പേഷ്യൻസിലും കണ്ടുവരണ എങ്ങനെയാണ്, ചിലപ്പോൾ ഒരു മുഴയായിട്ട് വരും. ചെറിയൊരു മുഴ ഇംപെർസെപ്റ്റബിൾ ആയിരിക്കും. അത് ചിലപ്പോൾ സെൽഫ് എക്സാമിനേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നന്നായി നോക്കിക്കഴിഞ്ഞാലും മനസ്സിലാവുള്ളൂ. പക്ഷേ എന്നാലും കുളിക്കുന്ന സമയത്തോ എന്തെങ്കിലും ഒരു സെൽഫ് എക്സാമിനേഷൻ ചെയ്യുന്നതിന് ചിലപ്പോൾ പിക്കപ്പ് ചെയ്യാൻ പറ്റും. ചിലർക്ക് ചിലപ്പോൾ അതുപോലും മനസ്സിലാവില്ല, സംശയമായിരിക്കും. എന്താണെങ്കിലും ഒരു ഏജ് ഗ്രൂപ്പ്, എസ്പെഷ്യലി ഫാമിലി ഹിസ്റ്ററി ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് അല്ലെങ്കിൽ തന്നെ സംശയം ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോയി കാണിക്കുന്നത് നല്ലതാണ്. ഒരടുത്തുള്ള ഒരു സർജൻ, ഓങ്കോളജിസ്റ്റ് തന്നെ ആവണമെന്നില്ല, സർജൻ ആരെങ്കിലും ആണെങ്കിലും പിക്കപ്പ് ചെയ്യും. ആൻഡ് ഒരു ഏജ് ഗ്രൂപ്പ് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് ഈസിലി മാമോഗ്രാമും ഒക്കെ ചെയ്ത് പോകാവുന്നതാണ്. ഏർലി സ്റ്റേജ് ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ട്രീറ്റ്മെൻറ്റ് സർജറി, പിന്നെ ആവശ്യമുണ്ടെങ്കിൽ റേഡിയേഷൻ കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കീമോതെറപ്പി കൊടുക്കണം. പിന്നെ ഹോർമോണൽ ട്രീറ്റ്മെൻറ്റിന് പോസിറ്റീവ് ആണെങ്കിൽ ഹോർമോണൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാം. പിന്നെ ടാർഗറ്റഡ് തെറപ്പി എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് ആൻറ്റിബോഡി തെറപ്പിയാണ്, അത് കൊടുക്കാം ആവശ്യമുണ്ടെങ്കിൽ. അതെല്ലാം അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് അനുസരിച്ചിരിക്കും. ഫാമിലി ഡോക്ടർ സപ്പോർട്ടഡ് ബൈ VPS ലക്ഷർ.